കഴിഞ്ഞ ദിവസം പീരുമേട് മേഖലയിൽ ഒരു ആദിവാസി സ്ത്രീ കാട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കാട്ടിനുള്ളിൽ വെച്ച് മരിച്ചു, വന്യജീവിയുടെ ആക്രമണത്തിന് വിധേയമായ എന്നായിരുന്നു നമ്മുടെ വാർത്താമാധ്യമങ്ങളും അവിടുത്തെ പൊതുജനങ്ങളും വിശദീകരിച്ചുകൊണ്ട് ജനങ്ങളെ അറിയിച്ചത്. അതിൻ്റെ പേരിൽ അവിടെ പ്രതിഷേധ ശബ്ദങ്ങളും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വന്യജീവിയുടെ ആക്രമണം മൂലമല്ല ആ കൊലപാതകം ഉണ്ടായിട്ടുള്ളതെന്നും സ്വന്തം ഭർത്താവ് തന്നെ ആ സ്ത്രീയെ കൊന്നതിന് ശേഷം അദ്ദേഹം തന്നെ ആശുപത്രിയിലെത്തിച്ച് കാട്ടാനയുടെ ആക്രമണം മൂലമാണ് മരണമുണ്ടായതെന്ന് ആശുപത്രി അധികൃതരെയും മറ്റുള്ളവരെയും അറിയിക്കാനുണ്ടായത്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി വനം വകുപ്പിനെ പ്രതിയിൽ കയറ്റാനാണ് എല്ലാവരും പതിവ് പോലെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഭർത്താവ് ഭാര്യയെ കഴുത്ത് ധരിച്ച് കൊന്നതാണെന്നും ഇദ്ദേഹമാണ് കൊലപാതകിയെന്നും നിഗമനത്തിലെത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ നടന്ന പല മരണങ്ങളും കാട്ടിനുള്ളിൽ വെച്ചാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പം നിലമ്പൂരിലാണെങ്കിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ആദിവാസി മരിക്കാനിടയായ സംഭവത്തിലും കാട്ടിനുള്ളിൽ വെച്ചാണ്. അപ്പോൾ കാട്ടിനുള്ളിൽ വെച്ച് നടക്കുന്ന മരണമാണോ നമ്മൾ ചർച്ച ചെയ്യുന്നത്? വന്യജീവികൾ കാട്ടിൽ നിന്നും ഇറങ്ങി വന്ന് ജനവാസ മേഖലകളിലെത്തി അവിടെ മനുഷ്യൻ്റെ ജീവനും കൃഷിക്കും നാശം വെക്കുന്ന മൃഗങ്ങളെ എന്തു ചെയ്യണമെന്നാണോ ചർച്ച ചെയ്യുന്നത് എന്ന വ്യത്യാസമില്ലാതെ തന്നെ എല്ലാം വന്യജീവി ആക്രമണത്തിൻ്റെ പേരിൽ നടക്കുന്നതാണ് എന്നൊരു വ്യാഖ്യാനം കൊണ്ട് വനം വകുപ്പിനെ പ്രതിക്കൂട്ടിൽ കയറുന്ന ഒരു പ്രവണതയാണ് കഴിഞ്ഞ ദിവസം വരെ നമുക്ക് കാണാനിടയായത്. അപ്പോൾ അതിനെ രണ്ടും രണ്ടായി കാണണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അന്നവരെന്നോട് വിശദീകരിച്ചിരുന്നത് ഇന്നലെ സംഭവിച്ചതുപോലെ സംഭവിക്കാമല്ലോ, അപ്പോൾ ഒരു പരിശോധന ആവശ്യമാണെന്ന നിലപാടാണ് അവരെടുത്തത്. ഇന്നിപ്പോൾ പരിശോധന ആവശ്യമാണ് എന്ന കാര്യം സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രതിഷേധിക്കരുതെന്നോ വാർത്ത കൊടുക്കരുതെന്നല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നത് വരെയെങ്കിലും കുറ്റവാളിയെ ടാർഗറ്റ് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് സമരങ്ങൾ നടത്തുന്നതും വിമർശനം നടത്തുന്നതും ഒന്നുകൂടി പക്വതയോടുകൂടി ആലോചിക്കുന്നതല്ലേ സമൂഹത്തിനും ഉദ്യോഗസ്ഥന്മാർക്കും നിഷ്പക്ഷമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം വരിക. അപ്പോൾ നിഷ്പക്ഷമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതുകൊണ്ട് എടുത്തുചാടി അഭിപ്രായ പ്രകടനവും പ്രതിഷേധവും നടത്തുന്നതിന് പകരം വസ്തുതയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രതിഷേധം ആവശ്യമുണ്ടെങ്കിൽ പ്രതിഷേധവും സമരം ആവശ്യമുണ്ടെങ്കിൽ സമരവും റോഡ് ഉപരോധം വേണമെങ്കിൽ ഉപരോധവും എന്ത് വേണമെങ്കിലും നടത്താം. പക്ഷേ വസ്തുതകൾ മനസ്സിലാക്കണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരെയെങ്കിലും കാത്തിരിക്കണം. ആ ക്ഷമ സമൂഹം കാണിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് അപേക്ഷിക്കാനുള്ളത്. ഇപ്പം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നുമില്ല, ന്യായീകരിക്കുന്നുമില്ല. അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നിരവധി ഇപ്പം മിനിസ്റ്റർ തന്നെ പറഞ്ഞു ഒരു വർഷത്തിനിടയിൽ നിരവധിയായിട്ടുള്ള മരണങ്ങൾ മേഖലയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം മരണങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ടോ? അല്ല, അത് ഞാൻ പറഞ്ഞു, അത് അങ്ങനെ വിമർശിക്കാനുമില്ല ന്യായീകരിക്കാനുമില്ല. കാരണം ഇത് നമുക്കൊരു അനുഭവമാണ്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കൂടുതൽ സൂക്ഷ്മത വേണ്ടേ എന്നൊരറിയിപ്പാണ് നമുക്ക് നൽകുന്നത്. അല്ലാതെ ആരെങ്കിലും വിമർശിക്കുകയും ശിക്ഷിക്കുകയല്ല. നമുക്കൊരു സൂക്ഷ്മത വേണ്ടേ? കാര്യം അറിയുന്നതിന് മുമ്പ് പ്രകോപനപരമായ വിധത്തിൽ വിമർശനമാവാം, പ്രകോപനപരമായ വിധത്തിൽ ജനങ്ങളെ ഇളക്കിവിടുന്ന വിധത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നത് 3 വട്ടം ആലോചിച്ചിട്ട് പോരേ എന്ന ഒരു ചോദ്യമാണ് ഇന്നലത്തെ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. നടത്തുന്നത് നിങ്ങളല്ലേ?
വരുന്ന വിവരങ്ങൾക്കനുസരിച്ചാണ്. അല്ല, അതാണ്. പക്ഷേ അതൊന്ന് വെരിഫൈ ചെയ്യേണ്ട ഒരു സാവകാശം. ഇപ്പം നമ്മളെന്താ ചെയ്യുന്നത്? ഈ പ്രക്ഷോഭങ്ങൾ വളർന്നു വന്നതിനെ തുടർന്ന് കാട്ടിനുള്ളിലാണോ പുറത്താണോ നോക്കുന്നത് നഷ്ടപരിഹാരം കൊടുക്കുക. ഇപ്പം ഇന്നലെ നഷ്ടപരിഹാരം കൊടുക്കാനേ പറ്റും. ആർക്കാ കൊടുക്കുക? ഒരു കൊലക്കുറ്റം ചെയ്ത ഒരു പ്രതിക്ക് നഷ്ടപരിഹാരം കൊടുക്കേണ്ട സാഹചര്യം സൃഷ്ടിച്ചതാരാ? വനം വകുപ്പല്ല, മാധ്യമങ്ങളും സമൂഹമാണ്. കാരണം നിർബന്ധിതരായി തീരുക. അവിടുന്ന് ഡെഡ് ബോഡി വിട്ട് കിട്ടണമെങ്കിൽ, ആശുപത്രിയിൽ കൊണ്ടുപോകണമെങ്കിൽ, പോസ്റ്റ്മോർട്ടം നടത്തണമെങ്കിൽ, ശവസംസ്കാരം നടത്തണമെങ്കിൽ തീരുമാനമായിട്ട് മതി എന്നൊരു നിലപാടല്ലേ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തീരുമാനമെടുത്താൽ ഇന്നലെ ഒരു മണിക്കൂർ വൈകിപ്പോയെങ്കിൽ നമ്മൾ ആദ്യ ഗഡു കൊടുക്കുമായിരുന്നില്ലേ? ഞാൻ പറഞ്ഞതാണ് ആദ്യ ഗഡു ഇന്ന് തന്നെ കൊടുക്കാൻ നിർദ്ദേശം കൊടുത്തുമാണ് നിങ്ങളോട് ഞാനത് പറഞ്ഞിട്ടുള്ളതാണ്. ആദ്യ ഗഡു കൊടുക്കും. അപ്പോൾ ഞാനതുകൊണ്ടാണ് ന്യായീകരിക്കുകയല്ല, കുറ്റപ്പെടുത്തുകയല്ല. നമ്മൾ ഇത്തരം വാർത്തകൾ സംബന്ധിച്ച് കുറച്ചും കൂടി ശ്രദ്ധ കൊടുത്ത് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ദിവസം അങ്ങ് കാത്തു നിന്നിട്ട് പ്രതിഷേധം നടത്തുന്നതുകൊണ്ട് പ്രതിഷേധം എല്ലാം ഉണ്ടാവില്ലല്ലോ. ഇല്ല, അല്ല, രണ്ടഭിപ്രായമില്ല. അത് ഞാൻ പറഞ്ഞു, ധൃതി പിടിക്കണ്ട. അവരാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ച് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കണം തന്നെയാണ് എൻ്റെ അഭിപ്രായം. ധൃതി പിടിച്ച് എന്ന് പറഞ്ഞാൽ ആളുകളുടെ കണ്ണിൽ ശ്രദ്ധ തിരിക്കാനുള്ള താൽക്കാലിക മാർഗങ്ങളല്ല, ശരിയായ വഴിയിലൂടെ സഞ്ചരിച്ച് ശരിയായ കുറ്റവാളിയെ കണ്ടെത്തി ആ കുറ്റം ചെയ്തത് വനം വകുപ്പാണെങ്കിൽ, വനം വകുപ്പ് മന്ത്രിയാണെങ്കിൽ അത് നിങ്ങൾ അങ്ങനെ തന്നെ പറയണം. അതിലൊന്നൊരു പ്രശ്നമില്ല. എന്നാൽ ഇന്നലത്തെ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത് ചിലപ്പോൾ പാളിപ്പോകാനിടയുണ്ട് എന്നാണ്. അത് റിപ്പോർട്ടിങ്ങിലും സമരത്തിലും കുറച്ച് പക്വത കാണിക്കേണ്ടതല്ലേ എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. അല്ലാതെ പാടില്ല എന്നൊരു ഞാനൊരു നിലപാടെടുക്കും. ഇതുവരെ ഞാൻ എടുത്തില്ലല്ലോ. പക്ഷേ നമുക്ക് കുറച്ചും കൂടി സൂക്ഷ്മത ആവശ്യമാണ് എന്ന സന്ദേശം, ആ സന്ദേശം വനം വകുപ്പിനുള്ളതാണ്, മാധ്യമങ്ങൾക്കുള്ളതാണ്, പൊതുസമൂഹത്തിനുള്ളതാണ്.